ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള വേറൊരു ടിപ്പായിട്ടാണ് വന്നത്. നമുക്കൊരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് തുടങ്ങാം. ഞാൻ എൻ്റെ ചാനലിൽ ഇതിനു മുന്നേ തന്നെ ഒരുപാട് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഏകദേശം ഇന്ന് തൊട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് തുടങ്ങാം. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇത് കണ്ടിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ ഞാനിതിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൺഫ്യൂഷൻ ആക്കുന്നില്ല. പക്ഷേ ഞാനിതിൽ വീക്ക്ലി വൺസ് ഒരു ഹെന്ന ചെയ്യും, പിന്നെ ഒരു ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള നാച്ചുറലായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഉള്ള ഹെയർ കെയറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയാം. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി മസാജ് ചെയ്തിട്ട് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത് പാർലറിൽ നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആ മസാജും കാര്യങ്ങളൊക്കെ വേറെ ആൾ ചെയ്തു തരുമ്പോഴാണ് കറക്റ്റ് നമുക്ക് പറ്റുക. പക്ഷെ നമുക്ക് എല്ലാ പ്രാവശ്യവും അങ്ങനെ പാർലറിൽ പോയി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ വേറൊരാൾ ചെയ്യുമ്പോഴാണ്, വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളാവുക. എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സ്റ്റെപ്പായിട്ടുണ്ട്. നമ്മൾ കാച്ചിയ വെളിച്ചെണ്ണയാണെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്താൽ മതി. അല്ലാത്ത വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അതൊന്ന് ചൂടാക്കിയെടുക്കുക. കാച്ചിയ വെളിച്ചെണ്ണയാണെങ്കിൽ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ വെളിച്ചെണ്ണ ചെറിയൊരു കോട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ മുടീൻ്റെ ഓരോ ഇഴകളിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മസാജുകളുണ്ട്. ആ മസാജ് ചെയ്തതിന് ശേഷം സ്റ്റീം ചെയ്യണം. അപ്പം നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വെള്ളം ചൂടാക്കി ഒരു നനഞ്ഞ ചോർത്ത് കൊണ്ട് ഒപ്പിക്കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ആ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ മാത്രമല്ല, തലയ്ക്ക് നല്ലൊരു ആ ഒരു മസാജ് കൊണ്ട് തന്നെ നല്ലൊരു റിലാക്സിനേഷനും കിട്ടും, നമുക്ക് ഉറക്കം കിട്ടും. അതുമാത്രമല്ല ബേബി ഹെയർസൊക്കെ നല്ല രീതിയിലുണ്ടാവും, മുടി കൊഴിച്ചിൽ നിൽക്കും. അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ നമ്മളെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ്.